ഇതൊക്കെ പെയിന്റിങ്സ് ആണ്, നാച്ചുറൽ പെയിന്റിങ്സ് പണ്ടോട്ടുള്ളത്. ആ പിന്നെ ആണല്ലേ നീ. ഹലോ ഗൈസ്, വെൽക്കം ടു വിജയ് ലൈഫ് ഡയറി. അപ്പോൾ ബദാമി ഡയറീസിലെ 4ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനൊരു കാര്യം മറന്നുപോയി. അപ്പോൾ ബദാമി ഡയറീസിൽ നമ്മൾ 4ാമത്തെ എപ്പിസോഡായിട്ടും ഞാൻ ആ കഥ പറയാതെ വിട്ടുപോയി. ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ ആ കഥ എന്താണെന്നല്ലേ? വാദാബി എന്ന ചാലുക്യ തലസ്ഥാനത്തിന് ഈ പേര് വരാനുള്ള കാരണം എന്താണെന്ന്. മണിമതി എന്ന നഗരത്തിലെ ഒരു രാജാവാണ് ഇൽവാല. അദ്ദേഹം ഒരു അസുര രാജാവാണ്, അതായത് നമ്മുടെ മഹാബലിയുടെ ദൈത്യവംശജൻ. അദ്ദേഹത്തിന് ഒരു അനുജനുണ്ട്, വാദാബി. വാദാബിക്ക് രൂപം മാറാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട്. ഏത് രൂപം മാറിയാലും ഇൽവാലയുടെ വിളിപ്പുറത്ത് വാദാബി എത്തും എന്നതാണ് വേറൊരു പ്രത്യേകത. ഒരു നാൾ ഇൽവാലയ്ക്ക് ഇന്ദ്രന്റെ അത്രയും തന്നെ സമർത്ഥനായ ഒരു മകൻ വേണം എന്ന ആഗ്രഹം തോന്നി. വാദാബിയോട് പറഞ്ഞു, അഗസ്ത്യമുനിയെ കണ്ട് പറഞ്ഞാൽ സംഭവം ശരിയാക്കി തരും എന്നായി വാദാബി. അങ്ങനെ രണ്ടാളും അഗസ്ത്യമുനിയെ കാര്യം അറിയിച്ചു. എന്നാൽ ഈ ആഗ്രഹം നല്ലതിനല്ല എന്നതിനാൽ അത് നിഷേധിക്കപ്പെട്ടു. തൻ്റെ ആഗ്രഹം നിഷേധിക്കപ്പെട്ടതിനാൽ കോപിതരായ സഹോദരങ്ങൾ എല്ലാ സന്യാസി മുനിവരന്മാരെയും വകവരുത്താൻ ആസൂത്രണം ചെയ്തു. ഇതിനായി വാദാബി ആടിന്റെ രൂപം സ്വീകരിച്ചു. ഇൽവാല ആകട്ടെ ആടിന്റെ രൂപത്തിൽ ഉള്ള വാദാബിയെ പാചകം ചെയ്ത് അതിഥികൾക്ക് നൽകി. ഋഷി മുനിവരന്മാരാണ് ഇവരുടെ അതിഥികൾ. അവർ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ ഇൽവാല ഉറക്കെ വിളിക്കും, വാദാബി നീ എവിടെയാണ്, പുറത്തു വരൂ. ഇത് കേട്ട് മുനിവരന്മാരുടെ വയറ് കീറി വാദാബി പുറത്തു വരും. എന്നാൽ ഇത് അഗസ്ത്യമുനിയുടെ കാര്യത്തിൽ നടപ്പിലായില്ല. എന്തും നിമിഷ നേരത്തിൽ ദഹിപ്പിക്കാനുള്ള ശക്തിയുണ്ട് അഗസ്ത്യമുനിക്ക്. ഭക്ഷണം കഴിച്ച ഉടൻ തന്നെ വാദാബിയെ അങ്ങ് ദഹിപ്പിച്ചു കളഞ്ഞു. ഈ സംഭവത്തിന്റെ ഓർമ്മയ്ക്കായാണ് ഈ സ്ഥലത്തിന് വാദാബി എന്ന പേര് വന്നത് എന്ന് പറയപ്പെടുന്നു. എന്നാൽ പിന്നീട് ഇവിടെ മലയുടെ നിറം ബദാമിൻ്റെ പോലെ ആയതുകൊണ്ട് ബദാമി എന്നായി എന്നും പറയുന്നു. എന്തായാലും നമുക്ക് ബദാമി ഗുഹാക്ഷേത്രങ്ങൾ കാണാം. 4 ഗുഹാക്ഷേത്രങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇതിൽ ആദ്യത്തെ ശിവന്റെയും 2ഉം 3ഉം വിഷ്ണുവിൻ്റെയും 4ാമത്തേത് തീർത്ഥങ്കരന്മാർ എന്ന ജൈനമത വിശ്വാസത്തെ അടിസ്ഥാനമാക്കി നിർമ്മിച്ചതുമാണ്. ഇനി നമുക്ക് കുറച്ച് വിശദമായി തന്നെ ഓരോ ഗുഹാക്ഷേത്രത്തിൻ്റെയും പ്രത്യേകത നോക്കാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആദ്യ ഗുഹാക്ഷേത്രം ശിവന്റേതാണ്. മുന്നിൽ തന്നെ നന്ദി ഇരിക്കുന്നത് കാണാം. ഈ ഗുഹയുടെ പ്രധാന ആകർഷണം ഗുഹയുടെ മുന്നിലുള്ള നടരാജ വിഗ്രഹമാണ്. 81 നടന മുദ്രകളുടെ ഒരു ആവിഷ്കാരമാണ് ഈ കാണുന്നത്. 18 കൈകളിലായി വിവിധ മുദ്രകളും ആയുധങ്ങളും കാണാം. ഇവിടെ ശിവന്റെ ലളിത നാട്യ താണ്ഡവമാണ് ശില്പി നമ്മെ കാണിച്ചു തരുന്നത്. ഗുഹാക്ഷേത്രം കൊത്തുപണികളാൽ സമൃദ്ധമാണ്. ഓരോ തൂണിലും ശില്പിയുടെ കഴിവ് എടുത്തു കാണിക്കുന്നുണ്ട്. ഇത് ചുമ്മാ പണിതതല്ല. എത്ര കൃത്യമായാണ് ഈ ക്ഷേത്രത്തിന്റെ മാതൃക ആസൂത്രണം ചെയ്ത് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഗുഹാക്ഷേത്രത്തിന്റെ വരാന്തയുടെ ഒരു വശത്തായി 7.25 അടി ഉയരമുള്ള പാതി ശിവനും പാതി വിഷ്ണുവും ചേർന്ന ഹരിഹരന്റെ രൂപം കാണാം. മറ്റൊരു വശത്തായി മഹിഷാസുര മർദിനിയുടെ ശില്പം കാണാം. അതിന് തൊട്ടടുത്തായി തന്നെ ഒരു ചിത്രം കാണാം. ഇത് പ്രാചീന കാലത്തേതെന്ന് കരുതപ്പെടുന്നു. തുരന്നെടുക്കപ്പെട്ട ഒരു ഗുഹാക്ഷേത്രം, അതിനകത്ത് പ്രാചീന കാലത്തെ എന്ന് കരുതപ്പെടുന്ന ഒരു ചിത്രം. അപ്പോൾ ഈ ഗുഹാക്ഷേത്രം നിർമ്മിക്കുന്നതിലും വളരെ പണ്ട്
ഇതെന്തായാലും വരയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ ഗുഹാക്ഷേത്രം എത്ര പഴമയുള്ളതാണ് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ആദ്യത്തെ ഗുഹാക്ഷേത്രത്തിന്റെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ അത് തന്നെ ഒരു വീഡിയോ ആക്കാനുള്ളതുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കുറച്ച് ചുരുക്കിയിട്ട് നമുക്ക് അടുത്ത ഗുഹാക്ഷേത്രത്തിലോട്ട് പോവാം. ഗുഹാക്ഷേത്രത്തിന്റെ തൊട്ട് മുന്നിലായി അപ്പർ ശിവാലയ, ലോവർ ശിവാലയ എന്നിവ കാണാൻ പറ്റും. നല്ല വിശാലമായ പാർക്കിംഗ് ഏരിയയും ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് കുറച്ചു ദൂരം മുകളിലേക്ക് നടന്നു കഴിഞ്ഞു വെച്ചാൽ രണ്ടാമത്തെ ഗുഹാക്ഷേത്രം കാണാം, അതായത് വൈഷ്ണവ ഗുഹാക്ഷേത്രം. രണ്ടാമത്തെയും മൂന്നാമത്തെയും ഗുഹാക്ഷേത്രം വിഷ്ണുവിന്റെ ആയതുകൊണ്ട് തന്നെ വിഷ്ണുവിന്റെ പല അവതാരങ്ങളാണ് ഇവിടെ കൊത്തിവെച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും നമ്മൾക്ക് പരിചിതമായ ഒരു കഥയും. നമ്മൾ ഓണം ആഘോഷിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മലയാളികളെ ഇത് പ്രത്യേകം ഈ ഒരു കഥ പറഞ്ഞ് പഠിപ്പിക്കേണ്ടതില്ല. അപ്പൊ നമ്മുടെ മഹാബലിയും വാമനനുമാണ് ഇവിടുത്തെ പ്രധാന അട്രാക്ഷൻ. കന്നഡക്കാർ ആദരവോടുകൂടി ബലിചക്രവർത്തി എന്ന് വിളിക്കുന്ന മഹാബലി, അദ്ദേഹത്തിനെ ഇവിടെ ചിത്രീകരിക്കുന്ന രീതി കണ്ടു കഴിഞ്ഞു വെച്ചാൽ നമ്മൾ അത്ഭുതപ്പെടും. കേരളത്തിൽ മാത്രമാണ് മഹാബലിക്ക് കുടവയറുള്ളത്. ഇവിടെ നല്ല ഫിറ്റായ ഒരു ചക്രവർത്തിയാണ്. അപ്പൊ നമ്മൾ വാമനാവതാരത്തിന്റെ കഥയാണ് ശില്പരൂപത്തിൽ കണ്ടത്. ഇതല്ലാതെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, പരശുരാമൻ, രാമൻ, കൃഷ്ണൻ എന്നീ അവതാരങ്ങളെയും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതുകൂടാതെ കുറെ പസിൽസ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഏടാകുടം എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ കുറച്ച് ഫേമസ് ആയ സംഭവം പല സ്ഥലങ്ങളിലായി നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഒരു പസിൽ ഡീകോഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഞാൻ. അപ്പോൾ ഇവിടെ ഒരു മൊത്തത്തിലൊരു ഫിഗർ ഉണ്ട്, അതേപോലെ റൈറ്റ് സൈഡിലെ 2 ഫിഗേഴ്സും. അപ്പൊ ഈ 3 ഫിഗറിന്റെ റൈറ്റ് സൈഡിലുള്ള 3 ഫിഗറിന്റെ ഒരു ക്ലബിംഗ് ആണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. അപ്പൊ ഞാൻ അതാണ് ഒന്ന് ചെയ്തു നോക്കുന്നത് കേട്ടോ. രണ്ടാമത്തെയും മൂന്നാമത്തെയും ഗുഹാക്ഷേത്രത്തിന്റെ നടുവിലായി ഒരു ചെറിയ ഗുഹയുണ്ട്. ഇത് പക്ഷെ മറ്റു ഗുഹാക്ഷേത്രങ്ങളുടേത് പോലെയല്ല, കുറച്ച് വിചിത്രമാണ്. ഇതിനകത്തായി ഒരു ചെറിയ പ്രതിമ കാണാം. അപ്പോൾ ഈ ഒരു ഗുഹയുടെ ഉള്ളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തൊട്ട് ഓപ്പോസിറ്റായി ഉള്ള അപ്പർ ശിവാലയ, ലോവർ ശിവാലയ, അഗസ്ത്യ ലേക്ക്, ഇങ്ങനെ എല്ലാ സംഭവങ്ങളും നല്ല ഭംഗിയോടെ കാണാൻ സാധിക്കുന്നതാണ്. ടിപ്പുവിന്റെ ഭരണകാലത്ത് ഈ ഒരു ഗുഹാക്ഷേത്രത്തിന്റെ ചുറ്റുപാടും കോട്ടയാക്കപ്പെട്ടിരുന്നു. അതിന്റെ പല ഭാഗങ്ങൾ നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും. ഇത് ഗുഹാക്ഷേത്രത്തിന്റെ മേൽത്തട്ടിലേക്ക് എത്തിക്കുന്ന ഒരു പാതയാണ്. പക്ഷേ ഇപ്പോൾ ഇത് പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നമുക്ക് മുന്നോട്ട് ഉള്ള നമ്മുടെ മൂന്നാമത്തെ ഗുഹാക്ഷേത്രത്തിലോട്ട് പോകാം. അപ്പൊ ഈ ഗുഹാക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു വെച്ചാൽ ഇതൊരു പ്രൈവറ്റ് സ്പേസ് ആയിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. തൊട്ട് മുന്നിലായി ഒരു വലിയ പാറക്കല്ലുള്ളത് കൊണ്ട് തന്നെ പുറമേ നിന്നും ഈ ഒരു ഗുഹാക്ഷേത്രം കാണാൻ സാധിക്കുന്നതല്ല. ഈ ഗുഹാക്ഷേത്രത്തിന് മുന്നിലായിട്ട് കുറേ പുരാതനമായ നമ്മുടെ ആട്ടുകല്ല്, അരകല്ല് പോലത്തെ സാധനങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ എന്തായാലും ഗുഹാക്ഷേത്രത്തിന്റെ ഉള്ളിലോട്ട് പോവാം. ഇത് വിഷ്ണുവിന്റെ ഗുഹാക്ഷേത്രം ആയതുകൊണ്ട് തന്നെ വിഷ്ണുവിന്റെ അവതാരങ്ങൾ പലയിടത്തായിട്ട് നമുക്ക് കൊത്തിവെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഗുഹാക്ഷേത്രത്തിന്റെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു വെച്ചാൽ ഇവിടുത്തെ നാച്ചുറൽ പെയിന്റിംഗ് ആണ്. പണ്ട് ഈ ഒരു കേവ് മുഴുവൻ പെയിന്റ് ഇരുന്നതായിട്ട് നമുക്കൊന്ന് ഓർത്തു നോക്കാം. എന്ത് ഭംഗിയായിരുന്നിരിക്കും അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു ഗുഹാക്ഷേത്രമാണ്. വളരെ പണ്ട് കാലത്ത് ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്ന ഒരു ഗുഹാക്ഷേത്രമായിരുന്നു എന്ന് തന്നെ നമുക്ക് കരുതാം.
അപ്പോൾ നമുക്ക് വിഷ്ണുവിൻ്റെ പല അവതാരങ്ങളാണ് നമുക്ക് ഈ കാണാൻ സാധിക്കുന്നത്. വരാഹം, നരസിംഹം, അങ്ങനെ പല അവതാരങ്ങളുടെയും പല സ്റ്റോറീസും നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഓരോ കൊത്തുപണിക്കും ഓരോ കഥകളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു വെച്ചാൽ നമുക്ക് ഓണത്തിൻ്റെ കഥ എന്താണെന്ന് നമുക്ക് എന്തായാലും അറിയാലോ. അതേപോലെ തന്നെയാണ് ഓരോ കൊത്തുപണിക്കും ഓരോ സ്റ്റോറി ഉള്ളത്. ഇവിടെ മുന്നേ കണ്ട, അതായത് കേവ് 2 കണ്ട പോലെ തന്നെ ഒരു വലിയൊരു മഹാബലിയുടെ സ്റ്റാച്ചുവും ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഇങ്ങനെയൊരു മഹാബലിയുടെ സ്റ്റാച്ചു ഉള്ളതിൽ വാമനന്റെ രൂപം പല സ്ഥലത്തും പൊളിച്ചു കളഞ്ഞിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഈ തൂണിൻ്റെ മുകളിൽ കാണുന്ന ഓരോ കൊത്തുപണികളാണ്. അതേപോലെ തന്നെ തൂണിൻ്റെ സൈഡിലായിട്ടും എല്ലാം കാണുന്ന കൊത്തുപണികളിൽ അന്നത്തെ ഒരു കൾച്ചറാണ് കാണിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. ഈ ഒരു ഗുഹാക്ഷേത്രത്തിൻ്റെ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുഖമണ്ഡപം, വരാന്ത എന്നീ ഭാഗങ്ങളിൽ മാത്രമേ ധാരാളമായിട്ട് കൊത്തുപണികൾ ചെയ്തിട്ടുള്ളൂ. അകത്തോട്ട് ചെല്ലും തോറും കൊത്തുപണികളുടെ ആഴം കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ഉള്ളിലേക്ക് എത്തുമ്പോൾ ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയാണ് കാണാൻ സാധിക്കുക. ഒരു പക്ഷേ അകത്തോട്ട് വരുംതോറും അവർ കൊത്തുപണികൾ പൂർണ്ണമാക്കിയില്ലേ എന്ന് പോലും നമ്മൾ സംശയിച്ചു പോകും. കാരണം മുന്നിലെ ഒരു ആഢ്യത്വം ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. നാലാമത്തെ ഗുഹാക്ഷേത്രം ജൈനമതത്തെ പ്രതിനിധീകരിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. മറ്റു ഗുഹാക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ഇത് വളരെ ചെറിയ ഒരു ഗുഹാക്ഷേത്രമാണ്. ജൈനമതം ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ തീർത്ഥങ്കരന്മാർ, അതായത് അവരുടെ ഗുരുക്കന്മാരെയാണ് ജൈനമതം ആരാധിക്കുന്നത്. ആത്മാവിൽ വിശ്വസിക്കുന്ന ജൈനമതക്കാർ ഇവിടെ കൊത്തിവച്ചിരിക്കുന്നതെല്ലാം തീർത്ഥങ്കരന്മാരെയാണ്. ഇരിക്കുന്നതും നിൽക്കുന്നതുമായി വിവിധ തരത്തിലുള്ള തീർത്ഥങ്കരന്മാരെ കാണാം. ആകെ മൊത്തം 24 തീർത്ഥങ്കരന്മാരാണ് ജൈനമതത്തിൽ ഉള്ളത്. വളരെ പുരാതനമായ ഒരു മതം കൂടിയാണ് ജൈനമതം. അതുകൊണ്ട് തന്നെ ഹൈന്ദവവും ബുദ്ധിസവും ജൈനമതവും എല്ലാം ഇടകലർന്ന് നിൽക്കുന്നു. ഇവിടെ മതങ്ങളല്ല, മറിച്ച് ചിന്താഗതികളാണ് വ്യത്യസ്തമായി കാണപ്പെടുന്നത്. ജൈനമതം ആത്മാവിൽ വിശ്വസിക്കുമ്പോൾ, അല്ലെങ്കിൽ ജീവാത്മാവിൽ വിശ്വസിക്കുമ്പോൾ, ബുദ്ധിസം പരമാത്മാവിൽ വിശ്വസിക്കുന്നു. എന്നാൽ ഹൈന്ദവമാകട്ടെ ഒരു നിശ്ചിത രൂപത്തെ ആരാധിക്കുന്നു. 6-7 നൂറ്റാണ്ടുകളിൽ കെട്ടപ്പെട്ട ഈ ക്ഷേത്രങ്ങൾ വളരെ വ്യത്യസ്തവും അത്ഭുതകരവുമാണ്. അതിനേക്കാൾ അത്ഭുതം നിറഞ്ഞ കാഴ്ചകൾ വരാനിരിക്കുന്നതേയുള്ളൂ. അഗസ്ത്യാലേക്കും അപ്പർ ലോവർ ശിവാലയും ഭൂതനാഥ ക്ഷേത്രങ്ങളുമെല്ലാം ഇനി വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അപ്പോൾ ഇതേപോലുള്ള വീഡിയോകൾ കാണാനായിട്ട് തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവർക്കും see you then. Bye bye.